എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. നമ്മുടെ ലൈഫിൽ എല്ലാത്തിനും ചേഞ്ചസ് ഉണ്ടല്ലേ, മാറ്റങ്ങൾ. അത് എന്തുമാവട്ടെ, സന്തോഷം, സങ്കടം, വിഷമം, മണി, ഫെയിം, ബന്ധങ്ങൾ, വിജയം, പരാജയം എല്ലാം അല്ലേ. ഇതൊന്നും നമ്മുടെ ലൈഫിൽ പെർമനൻ്റ് അല്ല. കാരണം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം ഇന്ന് നമുക്ക് ഉണ്ട് എന്ന് പറയുന്ന പല കാര്യങ്ങളും നാളെ നമ്മുടെ ലൈഫിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ പറ്റില്ല അല്ലേ. കാരണം ലൈഫ് അങ്ങനെയാണ്, ഒന്നും പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിലില്ല. പക്ഷേ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം ഉണ്ടാകും. പക്ഷെ നമ്മൾ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി, അയ്യോ എൻ്റെ എല്ലാം പോയി, എനിക്കിനി ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരിടത്ത് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരും കൊണ്ടുതരാനില്ല. പക്ഷേ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കയ്യിലല്ല. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ബാക്കിയുള്ളത് ദൈവം, താൻ പാതി ദൈവം പാതി എന്നല്ലേ, ബാക്കിയുള്ളത് ദൈവത്തിൻ്റെ കൊടുക്കാം. അപ്പം രണ്ടിനും കൂടെ നമുക്ക് ചിന്തിക്കാം. അതായത് പ്രശ്നങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് ഇതും കടന്നു പോകും അല്ലെ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ ലൈഫിൽ നിന്ന് അത് കടന്നു പോകും. സമയം എടുക്കുമായിരിക്കും, പക്ഷെ അത് കടന്നു പോകും അല്ലേ. അതായത് സന്തോഷം ഉള്ളവർക്കും നമുക്ക് അത് പറയാം, സങ്കടമുള്ളവർക്കും പറയാം. സങ്കടമുള്ളവർക്ക് നമുക്ക് പറയാം ഇതും കടന്നു പോകും, കാരണം ഈ പ്രശ്നങ്ങളും മാറി നല്ലൊരു കാലം നിങ്ങൾക്ക് വരുന്നു. അതുപോലെ സന്തോഷത്തിൻ്റെ തീവ്രതയിലിരിക്കുന്ന ആളോടും പറയാം, കാരണം ഇവിടെ നിങ്ങൾക്ക് പൂർണ്ണമായും കിട്ടിയെന്ന് പറയാൻ വരട്ടെ, നാളെ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം രണ്ട് രീതിയിലും, അതായത് സന്തോഷം കിട്ടിയവർക്ക് ഒരുപാട് അഹങ്കരിക്കാതിരിക്കാനും സങ്കടത്തിലിരിക്കുന്നവർക്ക് ഒരു സമാധാനപരമായിട്ടും ഈ വാക്ക് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ലൈഫിൽ എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരിക്കലും വരണം എന്നില്ല അല്ലേ. അപ്പം നമ്മൾ ചില ടൈമിലെങ്കിലും അക്സെപ്റ്റ് ഫ്ലോ ഓഫ് യുവർ ലൈഫ് എന്ന് പറയും. അതായത് നമ്മുടെ ലൈഫ് പോകുന്നത് എങ്ങനെയാണോ ആ വിധം നമുക്ക് ചില സമയത്ത് പോകേണ്ടി വരും. നമ്മൾ അധികം വാശി പിടിക്കാതെ ചില കാര്യങ്ങളോട് നമ്മൾ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ അടുത്ത് തന്നെ ചിലപ്പോൾ തിരിച്ച് വന്നിരിക്കും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചില പഴഞ്ചൊല്ലുകൾ നല്ലേ അല്ലേ. അപ്പം എൻ്റെ പപ്പ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്, ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട്. എന്ന് വെച്ചാൽ കുന്നെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ രീതിയിലും സെറ്റായിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കുന്നെന്ന് ഉദ്ദേശിക്കുന്നത്. കുഴി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു അവസ്ഥേനെയാണ് ഒരു കുഴി. അതായത് സന്തോഷം കുന്ന്, സങ്കടം കുഴി. ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരു കുഴി ഉണ്ട്, അത് നമ്മൾ നോക്കിയിരിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. എന്ന് പറഞ്ഞ് നമ്മളൊന്നും ചെയ്യാതിരിക്കരുത് എന്നല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും, അതായത് ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് പ്രശ്നത്തിലായി ഇരിക്കുന്നെങ്കിലും ആദ്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ നമ്മളത് യൂസ്ഡായി, നമുക്കതിനകത്തുനിന്ന് പുറത്തിറങ്ങണം എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരുമല്ലോ. അപ്പം നമ്മൾ ഏത് വിധേനയും ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിച്ച് നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പേഴ്സണെക്കാട്ടിലും കുറച്ചും കൂടെ ശക്തരായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇന്ന് എന്ത് പ്രശ്നത്തിനാണോ ഞാൻ വിഷമിക്കുന്നത്, അത് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഓർത്തു നോക്കുമ്പോൾ ഞാൻ എന്തിനായിരുന്നു അത്രയും ടെൻഷൻ അടിച്ചതെന്ന് ഓർക്കും അല്ലേ. അതായത് ഇന്നത്തെ പ്രശ്നങ്ങൾ നാളത്തെ വെറും ഓർമ്മകൾ മാത്രമായിരിക്കും. ചില ടൈമെങ്കിലും നമ്മൾ എന്താ പറയുക, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. ചിലവർ ജോലിക്ക് പോയിട്ട് ജോലി കിട്ടാത്തതായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക എക്സാം എഴുതിയിട്ട് എക്സാം കിട്ടാത്തവരായിരിക്കാം, അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടും സാമ്പത്തിക പ്രതിസന്ധി മാറാത്തവരായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമല്ലോ. അപ്പം ഏതെങ്കിലും വിധേനെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടും നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിച്ചതിലും ഉപരിയായി നമുക്ക് എന്തോ കിട്ടാനിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഒരു ചെറിയ കാര്യമായിരിക്കും ആഗ്രഹിച്ചത്, പക്ഷേ ദൈവം നമുക്ക് തരാനിരിക്കുന്നത് ഇതിലും വലിയൊരു കാര്യം. അപ്പോൾ സപ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവളൊരു ജോലിക്ക് വേണ്ടിയിട്ട് പല തവണ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം
ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ കിട്ടുന്നില്ല. അല്ലെങ്കിൽ പുള്ളിക്കാരി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു സാലറിയും കാര്യങ്ങളും എല്ലാ രീതിയിലും സെറ്റായി വരുന്നില്ല. കുറേ കാലങ്ങളാക്കി നോക്കിയിരുന്ന് ഒരെണ്ണം ഏകദേശം സെറ്റായി. പക്ഷെ അവസാന സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് തെന്നി മാറിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവൾ വളരെ നിരാശയായിട്ടിരിക്കുമായിരുന്നു. അപ്പം ആ സമയത്താണ് പുള്ളിക്കാരിനെ തേടി ഇതിലും നല്ലൊരു ഓഫർ കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അതായത് നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ അത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതിലും അധികമായി അപ്പുറം നമ്മൾ എന്തോ നോക്കിയിരിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും വിഷമത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ കിട്ടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിലും അധികമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിലും അധികമായിട്ട് എന്തോ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പം അത് ഒരു രീതി നോക്കിയാൽ നമുക്ക് അനുഗ്രഹം തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു, അതായത് എന്താ പറയുക, ഇപ്പോൾ 1-2 പേരെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ല, നമ്മളെല്ലാവരും ഒരുപോലെ ബാധിച്ച സുനാമി അല്ലേ? സുനാമി വന്ന് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായി മൊത്തത്തിൽ. അതായത് കുറേ വീടുകൾ പോയി, കുറേ പേര് മരിച്ചുപോയി, കുറേ മത്സ്യബന്ധന തൊഴിലാളികൾ മരിച്ചുപോയി, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ, കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. പക്ഷെ അത് കഴിഞ്ഞു വന്നു അല്ലേ? അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു കാര്യമാണ് പ്രളയം. പ്രളയത്തിലും ഈ പറയുന്ന പോലെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായി. ഒത്തിരി വീടുകളും അല്ലെങ്കിൽ കുറേ മനുഷ്യന്മാരും കുറേ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായി. അപ്പം നമ്മളെ അത് കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് വന്നത് കൊറോണ വന്നു. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിപ്പോയില്ലേ? മാസ്ക് ഒന്നും ഉപയോഗിക്കാതിരുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ ആബാലവൃത്തം എന്ന് പറയുന്നത് പോലെ എല്ലാവരും മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും പതിയെ അതെല്ലാവരും ഫോളോ ചെയ്തു. അപ്പം നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ ഇതും കടന്നു പോകും. ചിലപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത മനുഷ്യരും സൂയിസൈഡ് ചെയ്യുന്നു പറഞ്ഞതുപോലെ. അതിനൊരു പ്രധാന കാരണമാണ് അവരാഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും മനുഷ്യന്മാർക്ക് ബോറടി ഉണ്ടെന്ന്. അതായത് അവർ ഒരു എന്താ പറയുക, ഇന്ന സാധനം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക, അത് നമുക്ക് കിട്ടി. സപ്പോസ് പറഞ്ഞാൽ നമുക്കൊരു കാറ് അല്ലെങ്കിൽ ഒരു വീട് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു, നമ്മൾ കുറച്ച് ലക്ഷറി ആയിട്ട് ആഗ്രഹിച്ചെന്ന് വെച്ചു. ആ ലക്ഷറി ആയിട്ട് ആ വീട് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തോ നമുക്കൊന്നും ചെയ്യാനില്ലാത്തതുപോലെ ഒരു ബോർ ലൈഫ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം കുറച്ചൊക്കെ ആഗ്രഹങ്ങൾ, കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ കാര്യങ്ങൾ, പ്രതീക്ഷകൾ ഒക്കെ ഉള്ളത് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ അതൊരു നല്ലത് തന്നെ. അപ്പം ചിലപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ എന്താ പറയുക, നമ്മുടെ ലൈഫിൻ്റെ ഫ്ലോയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. എൻ്റെ ലൈഫ് ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക. അപ്പം അതിനകത്ത് നിന്നതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നമ്മൾ 100% ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഇപ്പം മറ്റുള്ളവരെ നോക്കി അല്ലെങ്കിൽ അതുപോലെ ചിലപ്പോൾ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ പോലെ നമുക്ക് ആകാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ചിന്തിക്കുക, ഇതും കടന്നു പോകും അല്ലേ? ഇതും ഈ ദുഃഖവും ഈ പ്രയാസവും ഈ സന്തോഷവും ഈ സങ്കടവും അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് പുതിയൊരു ചാപ്റ്റർ എന്തായാലും നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പോൾ ഞാൻ പറയുന്നത്, ബുദ്ധിമുട്ടിലിരിക്കുന്ന, സങ്കടത്തിലിരിക്കുന്ന, വിഷമത്തിലിരിക്കുന്ന, അതായത് കുഞ്ഞുങ്ങളുണ്ടാവാതെ ബുദ്ധിമുട്ടുന്ന, കല്യാണപ്രായമായിട്ടും കല്യാണം നടക്കാത്തവരോട്, ജോലി ശരിയാവാത്തവരോട്, അങ്ങനെ വിഷമത്തിലിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ഇതും കടന്നു പോകും. നല്ലൊരു ദിവസം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ടേക്ക് കെയർ, ബൈ.